നമസ്കാരം. കേരളത്തിൽ വീണ്ടും കോളറ ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആലപ്പുഴ തലവടി ഗ്രാമപഞ്ചായത്തിലാണ് 48കാരന് നിലവിൽ കോളറ ബാധ ഉണ്ടായത്. കേരളത്തിൽ ഈ വർഷം സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ കോളറ കേസാണ് ആലപ്പുഴയിലേത്. ഏപ്രിലിൽ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ കേസിൽ കോളറ ബാധിച്ച 63കാരൻ മരണപ്പെടുകയും ചെയ്തിരുന്നു. ലോകത്താകമാനം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്ത ബാക്ടീരിയയാണ് കോളറ. അതുകൊണ്ട് തന്നെ കോളറ പടരുന്ന ഇടങ്ങളിലെല്ലാം അതീവ ജാഗ്രത ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്. പകർച്ചവ്യാധിയായ കോളറയെ തടയാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ലക്ഷണങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുന്ന ഉടൻ ചികിത്സ തേടുകയാണെങ്കിൽ ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു അസുഖം മാത്രമാണ് കോളറ. എന്നാൽ അശ്രദ്ധ മരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. പ്രധാനമായും മലിനമായ ജലത്തിലൂടെ പടരുന്ന ബാക്ടീരിയ അണുബാധയാണ് കോളറ. വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. മലിനമായ വെള്ളം, ഭക്ഷണം എന്നിവ വഴി ഇവ പെട്ടെന്ന് പടരുകയും ചെയ്യും. രോഗാണു ശരീരത്തിലെത്തിയാൽ മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിലോ കോളറ ബാധിക്കാവുന്നതാണ്. കുട്ടികളെയും മുതിർന്നവരെയും ഇത് ഒരുപോലെ ബാധിക്കുകയും ചെയ്യും. പെട്ടെന്നുള്ള കഠിനമായ വയറിളക്കമാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണം. ഒപ്പം ഛർദിയുമുണ്ടാകും. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് നിർജ്ജലീകരണം ഉണ്ടാവുകയും രോഗബാധിതർ അവശരാകുകയും ചെയ്യും. ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനടി ചികിത്സ തേടുക എന്നതാണ് രോഗത്തെ മറികടക്കാനുള്ള ഏക മാർഗം. സമയം കഴിയുന്തോറും അപകട സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. കോളറ വരാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ശുചിയായ വെള്ളം കുടിക്കുക എന്നതാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കണമെന്നാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. ഭക്ഷണമായാലും വെള്ളമായാലും തുറന്നു വയ്ക്കുവാൻ പാടില്ല. കൂടാതെ നന്നായി വേവിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭക്ഷ്യസാധനങ്ങളും കുടിവെള്ളത്തിലുമെല്ലാം നല്ലപോലെ ശുചിത്വം പാലിക്കണം എന്നാണ് പറയുന്നത്. പഴങ്ങളും പച്ചക്കറികളും കഴിക്കും മുൻപ് നല്ലപോലെ ശുദ്ധജലത്തിൽ കഴുകണം. മലമൂത്ര വിസർജനത്തിന് ശേഷവും ആഹാരം കഴിക്കുന്നതിന് മുൻപുമെല്ലാം സോപ്പ് ഉപയോഗിച്ച് കൈകൾ നല്ലപോലെ കഴുകണം. കൂടാതെ നിർജ്ജലീകരണം തടയുന്നതിനായി നല്ലപോലെ പാനീയങ്ങൾ കുടിക്കാൻ ശ്രമിക്കണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതിലൂടെ നിർജ്ജലീകരണത്തെ ഒരു പരിധിവരെ തടയാനും നമുക്ക് സാധിക്കും. അതേസമയം ഉയർന്ന പഞ്ചസാര അടങ്ങിയ ജ്യൂസ്, സോഫ്റ്റ് ഡ്രിങ്കുകൾ, എനർജി ഡ്രിങ്ക് എന്നിവ കുടിക്കുന്നത് ഒഴിവാക്കുകയും വേണം. കേരളത്തിൽ കോളറ കേസുകൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിനിടെ ആകെ 2 മരണം മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. 2017-ലും 2025-ലുമായിരുന്നു അത്. അതേസമയം ലോകത്താകമാനം കോളറ ബാധിതരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് 2024 ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കാലാവസ്ഥാ വ്യതിയാനവും മോശം ശുചീകരണ പ്രവർത്തനങ്ങളുമാണ് അതിന് കാരണമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു.